ഹായ് ഫ്രണ്ട്സ്, 10ാം ക്ലാസ് ബേസായിട്ടുള്ള എക്സാമുകളുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യപേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇത് 2011 LDC കാസർഗോഡ് ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഞാനിടുന്ന ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ്. പരമാവധി മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും ചിലപ്പോൾ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അതെന്ത് തന്നെയായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. തുടർന്ന് വരുന്ന നോക്കുന്നവർക്കും അതൊരു ഉപകാരമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക്, ഷെയർ എല്ലാം ചെയ്യുക. ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ദിഹാങ് എന്ന പേരിലാണ് ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ അറിയപ്പെടുന്നത്. നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കൃഷ്ണനും അർജുനനും അങ്ങനെ ഓർത്തിരിക്കുക. നാഗാർജുന സാഗർ കൃഷ്ണ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ അഗ്രഗണനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം? ഇതിന് ശരിയുത്തരമല്ല. ശരിയായിട്ടുള്ള ഉത്തരം ജാർഖണ്ഡ് ആണ് ഇന്ത്യയിൽ അഗ്രഗണനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. ലോകത്ത് ഏറ്റവും കൂടുതൽ അഭ്രം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ധൻബാദാണ് ഖനികളുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. ഇന്ത്യയിൽ ആധുനിക ഉരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1870 സ്ഥാപിതമായ ഉരുക്ക് വ്യവസായശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കുൾട്ടിയിലാണ് ഇന്ത്യയിൽ ആധുനിക ഉരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1870 സ്ഥാപിതമായ ഉരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത്. ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? 1959 സെപ്റ്റംബർ 15. 1959 സെപ്റ്റംബർ 15 ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത്. ദൂരദർശൻ്റെ ആപ്തവാക്യം സത്യം ശിവം സുന്ദരം എന്നാണ് ദൂരദർശൻ്റെ ആപ്തവാക്യം. ദൂരദർശൻ്റെ ആസ്ഥാനം മാണ്ഡ്യ ഹൗസാണ്. ന്യൂഡൽഹിയിലെ മാണ്ഡ്യ ഹൗസാണ് ദൂരദർശൻ്റെ ആസ്ഥാനം. ദൂരദർശൻ സംപ്രേഷണത്തിന് സഹായിക്കുന്ന ഉപഗ്രഹം ഇൻസാറ്റ് 1A ആണ്. ദൂരദർശൻ കളർ സംപ്രേഷണം ആരംഭിച്ചത് 1982 1982 ദൂരദർശൻ കളർ സംപ്രേഷണം ആരംഭിച്ചത്. ഇന്ത്യയുടെ ദേശീയ സംപ്രേഷണ സ്ഥാപനം പ്രസാർ ഭാരതിയാണ്. പ്രസാർ ഭാരതി കോർപ്പറേഷൻ നിലവിൽ വന്നത് 1997 കേരളത്തിൽ ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് 1982 ഓഗസ്റ്റ് 15 തിരുവനന്തപുരത്ത് 1982 ഓഗസ്റ്റ് 15. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൽ നിന്നും മലയാളം പ്രക്ഷേപണം ആരംഭിച്ച വർഷം 1985 ജനുവരി 1. 1985 ജനുവരി 1. ഏതു സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റിയത്? സുൽത്താനേറ്റ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റിയത്. ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന സുൽത്താൻ വംശം തുഗ്ലക് വംശമാണ്. 1320 മുതൽ 1414 വരെ. 1320 മുതൽ 1414 വരെ. തുഗ്ലക് വംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. ഗാസി മാലിക് എന്ന ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് തുഗ്ലക് വംശം സ്ഥാപിച്ചത്. ഗിയാസുദ്ദീൻ തുഗ്ലക് സ്ഥാപിച്ച നഗരം തുഗ്ലക്കാബാദ്. പന്തൽ തകർന്നു വീണ മരിച്ച സുൽത്താനും ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. തുഗ്ലക് വംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്കായിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ നാമം ജോനാഖാൻ എന്നാണ്. ഇന്ത്യയിൽ ടോക്കൺ കറൻസി സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയ സുൽത്താൻ ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക് സ്ഥാപിച്ച നഗരം ജഹൻപാന. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന തുഗ്ലക് നാമ എന്ന ഗ്രന്ഥം രചിച്ചത് അമീർ ഖുസ്രു ആണ്.
തുഗ്ലക് നാമ അമീർ ഖുസ്രുവാണ് രചിച്ചത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സാഹസിക കൃത്യങ്ങൾ വിവരിക്കുന്ന ഇബ്നു ബത്തൂത്തയുടെ കൃതിയാണ് സഫർനാമ. സഫർനാമ എന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സാഹസിക കൃത്യങ്ങൾ വിവരിക്കുന്ന ഇബ്നു ബത്തൂത്തയുടെ കൃതിയാണ്. ദേവഗിരിയിൽ നിന്ന് വീണ്ടും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയതാരെ? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ദേവഗിരിയിൽ നിന്നും വീണ്ടും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയത്. നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ഇബ്നു ബത്തൂത്തയാണ്. ഇബ്നു ബത്തൂത്ത. നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് എഡ്വേർഡ് തോമസ് ആണ്. എഡ്വേർഡ് തോമസ്. ഹിന്ദുക്കളുടെ പരമ്പരാഗത ആഘോഷമായ ഹോളിയിൽ പങ്കെടുത്ത ഡൽഹിയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. വിജയനഗരം സ്ഥാപിച്ചത് ആരെല്ലാം ചേർന്നാണ്? ഹരിഹരൻ, ബുക്കൻ. ഹരിഹരനും ബുക്കനും ചേർന്നിട്ടാണ് വിജയനഗരം സ്ഥാപിച്ചത്. ഇങ്ങനെ വരുന്ന ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ 4:30 ഇടുന്ന എല്ലാ ദിവസവും 4:30 ഇടുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് പഠിക്കാം എന്ന വീഡിയോയിൽ ഉൾപ്പെടുന്ന ഭാഗമാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കാം, അതല്ലാത്തവർ വീഡിയോ കൊണ്ടും പഠിക്കാം. ശിവജിയുടെ ആത്മഗുരു രാംദാസ്. രാംദാസ് ആണ് ശിവജിയുടെ ആത്മഗുരു. മറാത്ത രാജവംശ സ്ഥാപകനാണ് ശിവജി. അതിൻ്റെ ആസ്ഥാനം റായ്ഗഡ് ആയിരുന്നു. മറാത്ത രാജവംശത്തിൻ്റെ ആസ്ഥാനം റായ്ഗഡ് ആണ്. സ്ഥാപകൻ ശിവജിയാണ്. ശിവജിയുടെ രാഷ്ട്രീയ ഗുരു ദാദാജി കൊണ്ടദേവാണ്. ദാദാജി കൊണ്ടദേവാണ് ശിവജിയുടെ രാഷ്ട്രീയ ഗുരു. ഹൈന്ദവ ധർമ്മോദ്ധാരകൻ എന്നറിയപ്പെടുന്ന ശിവജിയാണ്. ഹൈന്ദവ ധർമ്മോദ്ധാരകൻ എന്നറിയപ്പെടുന്ന ശിവജിയാണ്. ശിവജി ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് റായ്ഗഡ് കോട്ടയിൽ വെച്ചിട്ടാണ്. 1674 റായ്ഗഡ് കോട്ടയിൽ വെച്ചിട്ടാണ് ശിവജി ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത്. ശിവജിയുടെ സമകാലികനായ മുഗൾ ചക്രവർത്തി ഔറംഗസേബാണ്. ഔറംഗസേബാണ് ശിവജിയുടെ സമകാലികനായ മുഗൾ ചക്രവർത്തി. 1665 ശിവജിയും ഔറംഗസേബിൻ്റെ ജനറലായ ജയ്സിംഗും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പുരന്ദർ സന്ധി. 1665 ശിവജിയും ഔറംഗസേബിൻ്റെ ജനറലായ ജയ്സിംഗും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പുരന്ദർ സന്ധി. ശിവജിയുടെ മന്ത്രിസഭ അറിയപ്പെടുന്നത് അഷ്ടപ്രധാൻ എന്ന പേരിലാണ്. അഷ്ടപ്രധാൻ എന്ന പേരിലാണ് ശിവജിയുടെ മന്ത്രിസഭ അറിയപ്പെടുന്നത്. ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണി എന്നാണ്. പഞ്ചകല്യാണി. ശിവജിയുടെ മകൻ്റെ പേര് സാംഭാജി എന്നാണ്. സാംഭാജി. ശിവജിയുടെ വാൾ അറിയപ്പെടുന്നത് ഭവാനി എന്ന പേരിലാണ്. ഭവാനി. മറാത്ത സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം 1761 ജനുവരി 14 മൂന്നാം പാനിപ്പത്ത് യുദ്ധമാണ്. 1761 ജനുവരി 14 മൂന്നാം പാനിപ്പത്ത് യുദ്ധം. അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്തികളും തമ്മിലായിരുന്നു മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. ഭഗത് സിംഗിന്റെ കൂടെ തൂക്കിലേറ്റപ്പെട്ട മറ്റു 2 കൂട്ടാളികൾ. സുഖ്ദേവ്, രാജഗുരു. സുഖ്ദേവും രാജഗുരുവുമായിരുന്നു ഭഗത് സിംഗിന്റെ കൂടെ തൂക്കിലേറ്റപ്പെട്ട മറ്റു 2 കൂട്ടാളികൾ. ജാലിയൻ വാലാബാഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? പഞ്ചാബ്. ജാലിയൻ വാലാബാഗ് ഇന്ത്യയിലെ പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും എന്ന് പ്രസ്താവിച്ചതാരാണ്? നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരും എന്ന് പ്രസ്താവിച്ചത്. ആദ്യത്തെ ചേരിചേരാ സമ്മേളനം എവിടെ വെച്ചായിരുന്നു? ബെൽഗ്രേഡ്. ബെൽഗ്രേഡിൽ വെച്ചിട്ടായിരുന്നു ആദ്യത്തെ ചേരിചേരാ സമ്മേളനം നടന്നത്. 1961 ആദ്യത്തെ ചേരിചേരാ സമ്മേളനം. 1961 യുഗ്ലോസോവിയയിലെ ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ് സമ്മേളനം നടന്നത്. യുഗ്ലോസോവിയയിലെ ബെൽഗ്രേഡിൽ വെച്ചിട്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ്. കാനിങ് പ്രഭു ആയിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ.
ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രൻ ആരായിരുന്നു? നാനാ സാഹിബ്. നാനാ സാഹിബ് ആയിരുന്നു ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രൻ. മറാത്ത സാമ്രാജ്യത്തിലെ മന്ത്രിമാരുടെ തലവൻ അറിയപ്പെടുന്ന പേര് പേഷ്വ എന്ന പേരിലായിരുന്നു. മറാത്ത സാമ്രാജ്യത്തിലെ മന്ത്രിമാരുടെ തലവൻ അറിയപ്പെട്ടിരുന്ന പേര് പേഷ്വ എന്നായിരുന്നു. മറാത്ത സാമ്രാജ്യത്തിലെ ആദ്യത്തെ പേഷ്വ ബാലാജി വിശ്വനാഥാണ്. ബാലാജി വിശ്വനാഥ്. മറാത്ത മാക്കവല്ലി എന്നറിയപ്പെടുന്നത് ബാലാജി വിശ്വനാഥാണ്. മറാത്ത മാക്യവല്ലി, ബാലാജി വിശ്വനാഥ്. മറാത്ത സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധനായ പേഷ്വ ആയിരുന്നു ബാജിറാവു ഒന്നാമൻ. മറാത്ത സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധനായ പേഷ്വ ബാജിറാവു ഒന്നാമനായിരുന്നു. അവസാനത്തെ പേഷ്വ ഭരണാധികാരിയായിരുന്നു ബാജിറാവു രണ്ടാമൻ. അവസാനത്തെ പേഷ്വ ഭരണാധികാരിയായിരുന്നു ബാജിറാവു രണ്ടാമൻ. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നായിരുന്നു. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നായിരുന്നു താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര്. ഗോവിന്ദറാവു ഫുലെ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം സത്യശോധക് സമാജ്. സത്യശോധക് സമാജാണ് ഗോവിന്ദറാവു ഫുലെ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം. ആരാണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായി ജനകീയ പദ്ധതി പീപ്പിൾസ് പ്ലാൻ തയ്യാറാക്കിയത്? എം.എൻ. റോയ്. എം.എൻ. റോയ് ആയിരുന്നു ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായി ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ തയ്യാറാക്കിയത്. എം.എൻ. റോയിയുടെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ ഭട്ടാചാര്യ എന്നായിരുന്നു. നരേന്ദ്രനാഥ ഭട്ടാചാര്യ. എം.എൻ. റോയ് എന്നത് മാനവേന്ദ്രനാഥ് റോയ് എന്നായിരുന്നു. മാനവേന്ദ്രനാഥ് റോയ് എന്നാണ് എം.എൻ. റോയിയുടെ ഫുൾ ഫോം. റാഡിക്കൽ ഹ്യൂമനിസം എന്ന തത്വശാസ്ത്രത്തിൻ്റെ പിതാവാണ് എം.എൻ. റോയ്. റാഡിക്കൽ ഹ്യൂമനിസം എന്ന തത്വശാസ്ത്രത്തിൻ്റെ പിതാവ് എം.എൻ. റോയ് ആണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് എം.എൻ. റോയ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് എം.എൻ. റോയ് ആണ്. ന്യൂ ഹ്യൂമനിസം, ബിയോണ്ട് കമ്മ്യൂണിസം, ദ സയൻറ്റിഫിക് പൊളിറ്റിക്സ്, ഹിസ്റ്റോറിക് റൂൾ ഓഫ് ഇസ്ലാം എന്നിവ എം.എൻ. റോയുടെ കൃതികളാണ്. ന്യൂ ഹ്യൂമാനിസം, ബിയോണ്ട് കമ്മ്യൂണിസം, ദ സയൻറ്റിഫിക് പൊളിറ്റിക്സ്, ഹിസ്റ്റോറിക് റൂൾ ഓഫ് ഇസ്ലാം എം.എൻ. റോയുടെ കൃതികളാണ്. അന്ത്യോദയ ആദ്യം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാനിലായിരുന്നു അന്ത്യോദയ ആദ്യം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 371A ഏത് സംസ്ഥാനത്തെ പറ്റി പറയുന്നു? നാഗാലാൻഡ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 371A നാഗാലാൻഡ് സംസ്ഥാനത്തെ പറ്റി പറയുന്നു. മൗലിക ചുമതലകളെ പറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് പറയുന്നത്? ഭാഗം 4A. മൗലിക ചുമതലകളെ പറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ആരംഭത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യയിൽ 35.97% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന് കണ്ടെത്തിയ കമ്മിറ്റി ഏതാണ്? ലക്കടവാല. ലക്കടവാല കമ്മിറ്റിയാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ആരംഭത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യയിൽ 35.97% ആളുകളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന് കണ്ടെത്തിയ കമ്മിറ്റി. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം UN-യുടെ ഏത് ഘടകത്തിനാണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കാണ് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 15 ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി 9 വർഷമാണ്. ന്യൂയോർക്കിന് പുറത്ത് ആസ്ഥാനമുള്ള ഏക UN ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. ഇംഗ്ലീഷും ഫ്രഞ്ചും. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിമാരായിരുന്ന ഇന്ത്യക്കാരായിരുന്നു BN റാവു, നാഗേന്ദ്ര സിംഗ്, RS പഥക് എന്നിവർ. BN റാവു, നാഗേന്ദ്ര സിംഗ്, RS പഥക് എന്നിവർ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ BN റാവു ആണ്. BN റാവു. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന രാഷ്ട്രത്തലവന്മാരെ വിചാരണ ചെയ്യാൻ വേണ്ടി രൂപം കൊണ്ട കോടതി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ്.
മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന രാഷ്ട്രത്തലവന്മാരെ വിചാരണ ചെയ്യാൻ വേണ്ടി രൂപം കൊണ്ട കോടതി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ആസ്ഥാനം ഹേഗാണ്, നെതർലാൻഡിലെ ഹേഗ്. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ലണ്ടൻ. ലണ്ടനാണ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം. ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? 10ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയത്. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ സിബി മാത്യൂസ്. സിബി മാത്യൂസ് ആയിരുന്നു കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൽസൺ എം പോളാണ്. വിൽസൺ എം പോളാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ചൂഷണത്തിനെതിരെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ ഏതെല്ലാം? വകുപ്പ് 23-24. ചൂഷണത്തിനെതിരെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ 23-24